അതേപോലെ തന്നെ നമ്മുടെ വിഷയം പിന്നെ മാനവ മൈത്രിയാണല്ലോ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിന് എന്തെല്ലാം മാതൃകകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജൂതന്മാരുടെ മദീനയ്ക്ക് മക്കത്തുനിന്ന് മദീനത്ത് ഹിജ്റ ചെന്ന് അവിടെ ചെന്നതിന് ശേഷം മദീന ചാർട്ട് എന്നുള്ള പേരിൽ 52 വകുപ്പുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന അനുസരിച്ചാണ് മദീന ഭരിക്കണത്. അതിൽ എഴുതിയൊരു കാര്യം എന്താ? മുസ്ലിങ്ങൾ എപ്രകാരം ഇവിടെ ഒരു ഉമ്മത്താണോ അതേപോലെ ജൂതന്മാരും ഇവിടെ ഉമ്മത്താണ്. മദീന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജൂതന്മാരുടെ കാര്യം പറയുന്നത്. അന്ന ഖബായിലുൽ യഹൂദി ഉമ്മത്തുൻ, ജൂതന്മാരുടെ ഓരോ ഗോത്രങ്ങളും ഒരു ഉമ്മത്താണ്. കമാ അന്നൽ മുസ്ലിമീന ഉമ്മത്തുൻ, മുസ്ലിമീങ്ങൾ എപ്രകാരമാണോ ഒരു ഉമ്മത്തായിരിക്കണം അതേപോലെ ഉമ്മത്താണ്. അന്നലഹും ദീനഹും കമാ അന്നലിൽ മുസ്ലിമീന ദീനഹും, മുസ്ലിമീങ്ങൾക്ക് എപ്രകാരമാണോ ഈ മദീനത്ത് അവരുടെ മതം അതേപോലെ ജൂതന്മാർക്കും അവരുടെ മതം ഇവിടെ അനുഷ്ഠിക്കാം, വെച്ചു പുലർത്താം, പ്രചരിപ്പിക്കാം. അപ്പോൾ ജൂതന്മാരുടെ മതത്തെ സംബന്ധിച്ചും ഒരു സമുദായം എന്നുള്ള നിലക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ത്യ രാജ്യത്ത് ഇതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ, മറ്റ് ദളിത് വിഭാഗങ്ങളെ, ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണ് ഇവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മദീനയിൽ അവിടുത്തെ ജൂതന്മാർക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും വെച്ചൊന്ന് ആലോചിക്കുമ്പോഴേ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇവിടുത്തെ ഭരണ വ്യവസ്ഥിതിയിൽ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ്? ഓരോ സ്ഥലത്തും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ബോംബെയിലും മറ്റൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ബുൾഡോസർ വെച്ചിട്ട് അവരുടെ ചെറ്റക്കുടിലുകളൊക്കെ ബുൾഡോസർ വെച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. എപ്പോൾ കോടതി ഇടപെട്ടു, സുപ്രീം കോടതി ഇടപെട്ടിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ രീതിയിൽ ഇവിടുത്തെ മുസ്ലിം അതെ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു അയൽവാസി ഉണ്ടായിരുന്നു, ഒരു നമ്പൂരിയായിരുന്നു, ഒരു മാധവ് നമ്പൂരി. അദ്ദേഹം എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള അനുഭവം പറയുന്നത്. ആ മാധവ നമ്പൂരി എൻ്റെ വീട്ടിൽ വന്നു. ചെറിയൊരു ചെറ്റക്കുടിയിലാണ്, ഒരു ചാളയാണ് വൈക്കോലൊക്കെ മേഞ്ഞ അന്നത്തെ വീട്. അങ്ങനെ ആ വീട്ടിൽ വന്നിട്ടൊരു ഭഗവത്ഗീതയും കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എടോ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ ഭഗവത്ഗീതയ്ക്ക് ഒരു തർജ്ജമ എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് കൊണ്ടുവന്ന് തന്നു. നല്ല കവിതയായിട്ട് ഒരു അലനെല്ലൂർ, എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള അലനെല്ലൂർ എന്ന പ്രദേശത്ത് ഒരു സംസ്കൃതാധ്യാപകനായിട്ടുള്ള ഒരു ഇസ്ഹാഖ് സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവത്ഗീത മുഴുവൻ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ കവിതയാക്കിയിട്ട് തർജ്ജമ ചെയ്തിരിക്കുക. അതും കയ്യിൽ പിടിച്ചിട്ടാണ് ഇയാൾ എൻ്റെ വീട്ടിൽ വരുന്നത്. എന്നിട്ട് ഇത് വായിച്ചു. ഞാൻ ആദ്യമായിട്ട് ഭഗവത്ഗീത കാണുന്നതും ഭഗവത്ഗീത വായിക്കുന്നതൊക്കെ അതിൽ നിന്നാണ്. അപ്പോൾ ആ സൗഹാർദ്ദങ്ങൾ ആലോചിച്ച് നോക്കണേ. എൻ്റെ വീട്ടിൽ ചറ്റക്കുടിയിൽ വന്നിട്ട് വലിയ പണക്കാരനായിട്ടുള്ള ആഢ്യനായിട്ടുള്ള നമ്പൂരി എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇരുന്ന് പടിമേലിരുന്ന് കണ്ട് പറയാതാ ഞങ്ങളുടെ ഭഗവത്ഗീത വായിച്ചോക്കെ. ഈ സൗഹൃദം ഇതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അവിടുത്തെ ഒരു ആത്തോലുണ്ടായിരുന്നു. ആത്തോല പറഞ്ഞ അന്തർജനത്തിന് ആത്തോല് എന്നാ പറയാം. അന്തർജനം ഒരു കുഞ്ചാത്തോല എന്നുള്ള പേരിൽ ഓണ സമയത്ത് എന്നെ വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം തരും. ഭക്ഷണം പപ്പടം പൊരിച്ചത് വലിയ പപ്പടമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചൊക്കെ പായസമൊക്കെ വെച്ച് വിളമ്പിത്തരും. എന്നിട്ട് പറയും, എടോ എൻ്റെ ഉപ്പാനെ ഞാൻ എടുത്ത് വളർത്തിയതാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ പണിക്ക് പോകും. അങ്ങനെ പണിക്ക് പോയിട്ട് കുട്ടികളിട്ട് പോകരാ, നോക്കാൻ ആളുണ്ടാവില്ല. കുട്ടികളിങ്ങനെ മുട്ടുത്തി നൊരോളിച്ച് അങ്ങനെ മുട്ടുത്തിയിട്ട് നമ്പൂരികളുടെ ഇല്ലത്തേക്ക് ചെല്ലുന്ന സമയത്ത്, എടോ നിൻ്റെ ഉപ്പാനെ ഞാൻ എടുത്ത് വളർത്തിയതാ, ഉമ്മേ എന്നും പറഞ്ഞ് നൊരോളിച്ച് അങ്ങനെ വരും. ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് അടച്ചിട്ട് കൊടുത്ത് വളർത്തിയതാ നിൻ്റെ ഉപ്പാനെയാണ്. ഇങ്ങനത്തെ ബന്ധമുണ്ടല്ലോ, ഈ സൗഹൃദം ഉണ്ടല്ലോ, ഈ സൗഹൃദമാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാനും അത് വീണ്ടെടുക്കാനും അത് സ്ഥിരമാക്കി തീർക്കാനും വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പെരുമാറ്റത്തിലൂടെ ഇടപെടലുകളിലൂടെ ജീവിച്ച് അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ മറുപടി നമ്മുടെ ജീവിതം കൊണ്ടാണ് നമുക്ക് നൽകാൻ സാധിക്കുക. നമ്മുടെ സാമുദായിക സൗഹാർദ്ദം ഇവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അത് മനുഷ്യരെല്ലാവരും ഒന്ന് എന്നുള്ളതൊക്കെ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ എവിടെ ഇതുണ്ടാകുക?
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താ? യാ അയ്യുഹന്നാസ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തല്ലേ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചിരിക്കുന്നത്. ഒരച്ഛൻ അമ്മക്കു പിറന്ന നമ്മൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. കേട്ടോ, ഒരച്ഛൻ അമ്മക്കു പിറന്ന നമ്മൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്തു വിളങ്ങിയിടുന്നു നന്മൂന്തിരിക്കൊത്തു മനുഷ്യ മക്കൾ. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എന്നുള്ള സന്ദേശം അതാ പഠിക്കേണ്ടത്. അതേസമയത്ത് മറ്റു പലരും പഠിപ്പിക്കുന്നത് എന്താണ്? പല ജാതികളായിട്ടാണ് പഠിപ്പിക്കുക അല്ലേ? ചാതുർവർണ്ണം മയാസൃഷ്ടം എന്നാ പറയുക. ചാതുർവർണ്ണം ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ചാതുർവർണ്ണം 4 മനുഷ്യന്മാരെ പല ജാതികളായി. അതിലൊരു കൂട്ടർ ബ്രാഹ്മണന്മാർ അല്ലേ, ഉയർന്ന ജാതിക്കാർ. ആ ജാതിപ്പെട്ട നമ്പൂരിൻ്റെ പേരിൽ വന്ന കഥ ഞാൻ പറഞ്ഞത്. ആ ജാതിക്കാർ ഞാനൊരിക്കൽ പിന്നെ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു ശിവരാത്രി ദിവസം ഒരു അനുഭവം പറയാം. ഒരു ശിവരാത്രി ദിവസത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ സുഹൃത്തിനെ അയാൾ നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ അയാളോട് ഞാൻ സംസാരിച്ച് അയാൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായി. ഈശ്വരവിശ്വാസം ഉണ്ടായപ്പോൾ നല്ല വിശ്വാസിയായ ഒരു ഹിന്ദുവായി. അപ്പോൾ ശിവരാത്രി വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ശിവരാത്രിയിൽ നല്ലൊരു ഉത്സവം കൊണ്ടാടണം, അതിലൊരു സാംസ്കാരിക സമ്മേളനവും വെക്കണം. ശിവരാത്രിയിൽ എല്ലാവരും പിന്നെ ഉണർന്നിരിക്കലല്ലേ, ശിവൻ ഉറങ്ങും, പിന്നെ നമ്മളും കൂടി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം ആരെങ്കിലും എടുത്തുകൊണ്ടുപോലേ. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഉറങ്ങാതിരിക്കും ശിവരാത്രി ദിവസത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ശിവരാത്രി ദിവസം ആളുകളൊക്കെ ഉറങ്ങാതിരിക്കുമ്പോൾ അത് ഫലപ്രദമാക്കാൻ വേണ്ടി ഒരു സാംസ്കാരിക സമ്മേളനം ഒക്കെ നമുക്ക് കയറും. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് അങ്ങനെ പിന്നെ ആൾക്കാരുടെ ഇടയിൽ പോയി നോട്ടീസൊക്കെ അടിച്ച് പൈസയൊക്കെ പിരിച്ചു കണ്ട് ശിവരാത്രി മഹോത്സവം. നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ശിവരാത്രി മഹോത്സവത്തിൽ കൂടി നല്ലൊരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ട് നല്ല ആശയങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നോട്ടീസൊക്കെ അടിച്ച് ശിവരാത്രി മഹോത്സവത്തിൻ്റെ ദിവസം വന്നു. അവിടെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാളെ വിളിച്ചിരുന്നു, ഹിന്ദു മതത്തിൽ ഒരാളെ വിളിച്ചിരുന്നു. ആ കൂട്ടത്തിൽ പാലക്കാട്ടുകാരനായിട്ടുള്ള പാലക്കാടുള്ള ആലത്തൂരൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിലൊരു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിർമ്മലാനന്ദ സ്വാമി. അപ്പം നിർമ്മലാനന്ദ സ്വാമിയെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നിട്ട് സ്വാമികളോട് പറഞ്ഞു, നമ്മൾ ശിവരാത്രി ദിവസം എല്ലാവരും ഉറക്കൊഴിക്കണതല്ലേ, അപ്പോൾ ഇത് ഫലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സാംസ്കാരിക സമ്മേളനം വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് പ്രസംഗിക്കാൻ വരണം എന്നാണ്. അപ്പോൾ ഈ സ്വാമികൾ ഐക്യത്തിൽ വിശ്വസിക്കണില്ല, ജാതീയതയിൽ വിശ്വസിക്കണില്ല, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കണില്ല. അങ്ങനത്തെ സ്വാമികളാണ്. ആനന്ദമതം എന്നാ അവർക്ക് പറയാം, ആനന്ദമതം. ഈ ആനന്ദമതക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, അഹിംസ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ ഏവ വിജയതേ മനസ്വസ്ഥതൈവ ആനന്ദ മനോജയ ഏവ മഹാജയ അഹിംസൈവ പരമോധർമ്മ എന്ന. അപ്പോൾ അഹിംസയാണ് പരമമായ ധർമ്മം, ആനന്ദമാണ് ജീവിതത്തിൽ വേണ്ടത് എന്നൊക്കെ പറയുന്ന കൂട്ടരാ. അപ്പോൾ ഈ സ്വാമികളോട് ഇത് പറഞ്ഞപ്പോൾ സ്വാമികൾ പറഞ്ഞു, ശിവരാത്രി ദിവസമല്ല, ഒരു രാത്രിയും ഉറക്കൊഴിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് ഈ സ്വാമികളുടെ വിശ്വാസം എന്ന് പറഞ്ഞു. ആചാര്യ സ്വാമികൾ തന്നെ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികളെ വിളിച്ചു. അങ്ങനെ സ്വാമികൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ പിന്നെ ഒരു പൂണൂലൊക്കെ ഇട്ടിട്ടുള്ള ഒരു നമ്പൂരി, ഒരു നല്ല ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തിന് പൂണൂലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂണൂലൊക്കെ ഇട്ടിട്ട് അധ്യക്ഷം വഹിക്കുകയാണ്. അപ്പോൾ ഈ സ്വാമികൾ ഇതിലും വിശ്വാസമില്ലാത്ത ആൾ. അയാൾ പ്രസംഗിക്കാൻ തുടങ്ങി, എന്താണ് ജാതി? രണ്ട് ജാതി, മറ്റൊരു ജാതിയില്ല, രണ്ട് ജാതി, ആൺജാതി പെൺജാതി, വേറെ ജാതിയില്ല. ജാതീയത വെറും തെറ്റാണ്. ഇനി മാത്രമല്ല, ജാതിയാണെങ്കിൽ ജാതിക്ക് ലക്ഷണമുണ്ടാവും. മരത്തിൻ്റെ കൂട്ടത്തിൽ തേക്ക് ഒരു ജാതി, പ്ലാവ് മറ്റൊരു ജാതി, ലക്ഷണം കൊണ്ട് തിരിച്ചറിയില്ലേ? അതേസമയത്ത് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ശൂദ്രനെയും മറ്റൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ എല്ലാവരും മനുഷ്യരായിട്ടല്ലേ കാണുന്നത്, ലക്ഷണം കൊണ്ട് തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലക്ഷണം കൊണ്ട് തിരിച്ചറിയാത്ത സ്ഥിതിക്ക് ജാതി എന്ന ഒന്നില്ല. ഇനി എന്ന് മാത്രമല്ല, ജാതിയിലുള്ള എതിർ സെക്ഷനെ കണ്ടാൽ ജാതിക്ക് ആഗ്രഹം വരും, ലൈംഗികമായിട്ടുള്ള ആഗ്രഹം വരും. ജാതി പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് പറയാ, ആനക്ക് എരുമയെ കണ്ടാൽ കാമം വരുമോ? ആനക്ക് എരുമയെ കണ്ടാൽ കാമം വരില്ല, ഇണ ചേരില്ല, സന്തതി ജനിക്കില്ല. അതുകൊണ്ട് അത് രണ്ട് ജാതി ആയതുകൊണ്ടാണ്. അതേസമയത്ത് നമ്പൂതിരിക്ക്
പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് ചെറുമി എന്നാ വാക്ക് പറയാൻ പാടില്ല. നമ്പൂതിരിക്ക് ചെറുമിയെ കണ്ടാൽ കാമം വരില്ലേ, ഇണ ചേരില്ലേ, സന്തതി ജനിക്കില്ലേ, പിന്നത് ജാതി എന്നൊക്കെ പറഞ്ഞാൽ ജാതീയത. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ജാതീയത പറഞ്ഞുകൊണ്ട് പലതരം ജാതികളെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പലതാക്കുന്ന തരത്തിലുള്ള ദർശനങ്ങളും അത്തരത്തിലുള്ള ചിന്താഗതികളുമൊക്കെയാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് പിന്നെ ഈ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ ഡാർവിനിസം അല്ലേ, സ്കൂളിൽ നമ്മളെ കുട്ടികൾ പഠിക്കും. സ്കൂളിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഡാർവിനിസം പഠിക്കും. എന്താ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ? ഡാർവിനിസം ബയോളജിയിൽ പഠിക്കും, ജീവശാസ്ത്രത്തിൽ പഠിക്കും, ജന്തുശാസ്ത്രത്തിലൊക്കെ പഠിക്കും. ഈ ഡാർവിനിസം പഠിപ്പിക്കണം എന്താ? മനുഷ്യന്മാരെ ഒരച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളല്ല. മനുഷ്യന്മാരുണ്ടായത് എങ്ങനെയാണ്? അമീബ ഉണ്ടായി, അമീബ ഏകകോശ ജീവി, അത് വിഭജിച്ച് പല കോശങ്ങളായി, അങ്ങനെ അങ്ങനെ വെള്ളത്തിൽ നിന്നിങ്ങനെ അതങ്ങനെ വളർന്ന് വളർന്ന് പല ജന്തുക്കളായി, ആ ജന്തുക്കൾ വേറെ കുറെ ജന്തുക്കളായി ഇങ്ങനെ വളർന്ന് വളർന്ന് അവസാനം കുരങ്ങായി. ആ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മളെ സ്കൂളിൽ. ഇതൊരു ശാസ്ത്ര സത്യമല്ല. ഡാർവിനിസം ഒരു ശാസ്ത്ര സത്യമല്ല, അതൊരു കേവലം സങ്കല്പം മാത്രമാണ്, അതൊരു യാഥാർത്ഥ്യമല്ല. ഡാർവിന് കപ്പലിൽ കൂടി യാത്ര ചെയ്തപ്പോൾ കുറേ ഫോസിലൊക്കെ കൊണ്ടുവന്ന് കണ്ട് അത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു സങ്കല്പം മാത്രം. അത് ഡാർവിനിസം എവല്യൂഷൻ തിയറീസ് അൺപ്രൂവ്ഡ് ആൻഡ് അൺപ്രൂവബിൾ എന്നാണ്. ഡാർവിനിസം തെളിയിക്കപ്പെട്ടില്ല, തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് അവരെന്നെ പറയുന്നത്. പക്ഷേ നമ്മളെ സ്കൂളുകളിലൊക്കെ പല സ്വാധീനം വെച്ചുകൊണ്ട് ഇത് ശാസ്ത്ര പുസ്തകമായിട്ട് കുട്ടികളെ പഠിപ്പിക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യനുണ്ടായത് പറയുമ്പോൾ മനുഷ്യന്മാർ തമ്മിൽ ഏകോദര സഹോദരങ്ങളാകില്ല. മനുഷ്യന്മാർ ഏകോദര സഹോദരങ്ങളാണ്. ഏകോദരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വയറ്റിന്ന്, ഉദരം എന്ന് പറഞ്ഞ വയറല്ലേ, ഒരു വയറ്റിന്ന് വന്നവരാണ് മനുഷ്യന്മാരൊക്കെ. അങ്ങനെ ആദം നബി ഹവ്വാ എന്ന 2 പേരുടെ വയറ്റിന്ന് ഉണ്ടായതാണ്. അത് പിന്നെ അതങ്ങനെ പിന്നെ പിരിഞ്ഞ് പല പിരിവുകളായിട്ട് പിന്നെ മക്കളും കുട്ടികളും പേരെ കുട്ടികളൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മനുഷ്യരാശി പരന്നതാണ് എന്ന ചിന്ത പഠിപ്പിക്കുമ്പോഴാണ് മനുഷ്യർ ഏകോദര സഹോദരങ്ങളാന്നുള്ള ചിന്ത വരിക. മറ്റത് ജന്തുക്കളിൽ നിന്നുണ്ടായതാണ്. നമ്മളെ വലിയ കുരങ്ങനാണെങ്കിൽ പിന്നെ നമുക്കും കുരങ്ങിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? എന്നിട്ട് ചെറുക്കന്മാരെ കുരങ്ങന്മാരെ സ്വഭാവം കാണിക്കുക, കാരണം വലിയ പേതാരും കുരങ്ങനല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചിന്താഗതികളൊക്കെ മനുഷ്യൻ്റെ ഏകോദര സഹോദരന്മാർ എന്നുള്ള ചിന്താഗതിക്ക് എതിരായിട്ടുള്ള സയൻസാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നാം നിങ്ങളെ പഠിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ പല ഗോത്രങ്ങളും പല ദേശങ്ങളൊക്കെ ആയിട്ട് പിരിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? താറഫു, നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഏറ്റവും മാന്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ള സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ്. ഇതല്ലേ മനുഷ്യനെ നന്നാക്കുന്ന സിദ്ധാന്തം? അലി ഇബ്നു അബീ താലിബ് എന്നവരുടെ ഒരു വാക്കുണ്ട്, മനുഷ്യനെ പറ്റി പറയുന്നു, ഒന്നുകിൽ ദീനിൽ നിന്റെ സഹോദരൻ, അല്ലെങ്കിൽ നിന്റെ സഹസൃഷ്ടി, നിന്നെ പോലത്തെ ഒരു സൃഷ്ടി. ഇങ്ങനെ മനുഷ്യനെ കാണുമ്പോഴാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ഏകോദര സഹോദരന്മാരാന്നുള്ള ചിന്താഗതി ഉണ്ടാവുക. അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാവുമ്പോൾ ആർക്കും നമ്മൾ എതിരാവില്ല. എല്ലാ മനുഷ്യരും നമ്മുടെ സ്വന്തം സഹോദരന്മാരാണ് അല്ലേ. നല്ല എന്താ, ഏത് ജാതിപ്പെട്ടതായാലും ജാതി ഇല്ലാത്തവനായാലും ശരി ഒക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യരാണെന്നുള്ളവർക്ക്. അന്നാസു സവാഉൻ കാസിനാനിൽ മുസ്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അന്നാസു സവാഉൻ, മനുഷ്യരെല്ലാം ഈക്വൽ, എല്ലാവരും തുല്യരാണ്. ഇതുപോലെ കാസിനാനിൽ മുസ്തി, ഒരു ചീർപ്പിൻ്റെ പല്ല് കണക്കെ, ഒരു ചീർപ്പിൻ്റെ പല്ല് കണക്ക മനുഷ്യന്മാരൊക്കെ ഏകോദര സഹോദരന്മാർ എല്ലാവരും തുല്യരാണ് എന്നുള്ള ചിന്താഗതിയാണ് വളർത്തപ്പെടേണ്ടത്. അത്തരത്തിലുള്ള ചിന്താഗതി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അതേ തരത്തിലുള്ള പെരുമാറ്റം സ്വീകരിച്ചുകൊണ്ട് ഇതര സഹോദരന്മാരോട് ഒരിക്കലും തന്നെ രണ്ടല്ല, നമ്മൾ ഒന്നാണ് മനുഷ്യന്മാർ എന്നുള്ള നിലക്ക്. ഒരച്ഛനമ്മക്ക് പിറന്ന നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഈ ആശയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ,